രാത്രിയുടെ കാളീയാമത്തിൻ്റെ നിഗൂഢ നിശബ്ദതയിൽ കാട്ടുവഴികളിലും നാട്ടിടവഴികളിലും അലസമായി എന്നിരുന്നാൽ കൂടി ദൃഢമായ ഒരു ചങ്ങലകിലുക്കം കേൾക്കാറുണ്ട്. മനുഷ്യ മനസ്സുകളെ അതിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കാൻ പ്രേരിപ്പിക്കുന്ന ആ ശബ്ദം അതിലേക്ക് ആകൃഷ്ടരാകുന്നവർക്ക് അവിശ്വസനീയമാം വിധം അമാനുഷിക അനുഭവങ്ങൾ നൽകി അവർക്ക് മരണമോ അത്ര തന്നെ ഭീതിതമായ മാനസിക ശാരീരിക ആഘാതമോ നൽകി എവിടെയോ മറയും. അതെ, നമ്മുടെ നാടുകളിൽ ഇന്നും പ്രചാരത്തിലുള്ള ചങ്ങലമാടൻ എന്ന വിശ്വാസത്തെ, ആ പ്രതിഭാസത്തെക്കുറിച്ചാണ് വിശകലനം ചെയ്യുന്നത്. രാത്രിയുടെ 2ാം യാമത്തിലും 3ാം യാമത്തിലും സഞ്ചരിക്കുന്നവർ മാത്രമല്ല ചങ്ങലമാടനെ കണ്ടു എന്നും ആക്രമിക്കപ്പെട്ടു എന്നും അവകാശപ്പെടുന്നതും ആരോപിക്കപ്പെടുന്നതും. വീടിനുള്ളിൽ കിടന്നുറങ്ങുന്നവർ പോലും ഈ ശബ്ദം കേൾക്കുകയും ഇതിന്റെ പുറകെ അന്വേഷിച്ചു പോയി അപകടത്തിൽപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇതേ ചങ്ങലയുടെ ശബ്ദം കേട്ട വഴിയാത്രക്കാരോ ശബ്ദത്തിന്റെ ഉറവിടം തേടി ഇറങ്ങിയവരോ മറഞ്ഞിരിക്കുന്ന പക്ഷം ആക്രമണമേൽക്കാതെ രക്ഷപ്പെട്ടു എന്ന അവകാശവാദങ്ങൾ ഏറെ പ്രചാരത്തിലുണ്ട്. പക്ഷേ അവർക്കെല്ലാം നീണ്ടു നിവർന്ന വലിയ ചങ്ങലയും വലിച്ചുകൊണ്ട് മിന്നലുടെ വേഗത്തിൽ പായുന്ന ചങ്ങലമാടനെ ഒരു നിമിഷാർത്ഥ നേരത്തേക്ക് ദൃശ്യമായതിന്റെ ഭീതിതമായ അനുഭവങ്ങളും പറയാനേറെയുണ്ട്. കണ്ണിന് ചിമ്മുന്ന വേഗത്തിൽ ചങ്ങലമാടൻ ദൂരേക്ക് മറഞ്ഞാലും ആ ദൃശ്യമായ മണ്ണിലിഴഞ്ഞു തൂങ്ങിയ ചങ്ങലകൾ വലിഞ്ഞു മുറുക്കിയ ബലിഷ്ഠമായ കറുത്ത ശരീരവും ക്രോധാഗ്നി ജ്വലിക്കുന്ന തീക്ഷ്ണമായ നയനങ്ങളോടുകൂടിയ മുഖവും ചങ്ങലയുടെ കിലുകിലാരവും ദിവസങ്ങളോളവും മാസങ്ങളോളവും മനസ്സിനെ വേട്ടയാടപ്പെട്ടവരും. ചങ്ങലമാടനെ മറിഞ്ഞിരുന്ന് കണ്ടവർക്ക് പിന്നീട് ആ ചങ്ങലമാടൻ പോയ വഴി പരിശോധിക്കുമ്പോൾ ചങ്ങല ഇഴഞ്ഞ പാടുകൾ മണ്ണിലും മരങ്ങളിലും പാറകളിൽ പോലും ദൃഷ്ടാന്തമായി കണ്ടെത്താൻ സാധിക്കാറുണ്ട്. എന്നാൽ ധിക്കാരപൂർവം ചങ്ങലമാടന്റെ പ്രയാണപാതയിൽ തടസ്സം സൃഷ്ടിക്കുന്നവർക്ക് അസാധാരണമാം വിധം ജീവഹാനിയും സംഭവിക്കുന്നു. വലിയ അണുവികിരണമേറ്റതുപോലെ അവരുടെ മൃതശരീരം ജലാംശം നഷ്ടപ്പെട്ടും പൊള്ളലുകളേറ്റും കാണപ്പെടാറുണ്ട്. ഇതിലൊന്നും തന്നെ വിശ്വസിക്കാത്ത നാസ്തികരും അജ്ഞേയവാദികളും യുക്തിവാദികളും മലയാളികളുടെ അന്ധവിശ്വാസം എന്ന് പറഞ്ഞ് പുച്ഛിച്ചു തള്ളുമ്പോഴും അവരുടെ ആശയസംഹിതയായ ആധുനിക ശാസ്ത്ര ഗ്രന്ഥങ്ങൾ രചിച്ച സായിപ്പിന്റെ വിശ്വാസങ്ങളിൽ പോലും ഇതേ അതിമാനുഷിക കഥാപാത്രങ്ങൾ മറ്റു പല പേരുകളിലും ധാരാളമുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ദ ഗോസ്റ്റ് ഓഫ് എഥനോഡോറസ് എന്ന വിഖ്യാതമായ ചരിത്രലിഖിതം നമുക്ക് പരിശോധിക്കാം. ഗ്രീക്ക് തത്വചിന്തകനായ എഥനോഡോറസ് ഏഥൻസിൽ ഒരു വീട് വാങ്ങുന്നു. എല്ലാ സൗകര്യങ്ങളുമുള്ള ആ വീട് തുച്ഛമായ വിലയ്ക്കായിരുന്നു അദ്ദേഹം വാങ്ങിയത്. അതിന്റെ കാരണം അന്വേഷിച്ച അദ്ദേഹം ആ വീട്ടിൽ പ്രേതബാധയുണ്ടെന്നും രാത്രികാലങ്ങളിൽ ചങ്ങലയുടെ ശബ്ദം കേൾക്കാറുണ്ടെന്നും അറിയുന്നു. പക്ഷേ പ്രേതങ്ങളിലൊന്നും വിശ്വാസമില്ലാത്ത അദ്ദേഹം ആ വീട്ടിൽ താമസിക്കാൻ തന്നെ തീരുമാനിക്കുന്നു. ആ രാത്രി തന്റെ പുസ്തകം എഴുതിക്കൊണ്ടിരിക്കെ ചങ്ങല കിലുങ്ങുന്ന ശബ്ദം കേട്ട അദ്ദേഹം അതിലേക്ക് കൂടുതൽ ശ്രദ്ധിച്ചു. ചങ്ങലയുടെ ശബ്ദം ക്രമേണ തന്റെ മുറിക്കടുത്തേക്ക് വരുന്നത് അദ്ദേഹം അറിഞ്ഞെങ്കിലും അദ്ദേഹം ഭയപ്പെട്ടില്ല. അഥനോഡോറസ് തന്റെ മുറിക്ക് മുന്നിൽ ചങ്ങലയിൽ ബന്ധിച്ച ഒരു വൃദ്ധന്റെ രൂപം കണ്ടു. ആ രൂപം അഥനോഡോറസിനോട് പുറത്തു വരാൻ ആംഗ്യം കാണിച്ചു. അദ്ദേഹം ധൈര്യത്തോടെ ആ പ്രേതത്തെ പിന്തുടർന്നു. പ്രേതം വീടിന് മുറ്റത്തുള്ള ഒരിടത്തെത്തിയപ്പോൾ അപ്രത്യക്ഷനായി. അദ്ദേഹം അപ്പോൾ തന്നെ ആ സ്ഥലം അടയാളപ്പെടുത്തുകയും അടുത്ത ദിവസം തന്നെ ആ സ്ഥലം കുഴിക്കാൻ ആളുകളെ വിളിക്കുകയും ചെയ്തു. അവിടെ കുഴിച്ചു നോക്കിയപ്പോൾ ചങ്ങലയാൽ ബന്ധിപ്പിക്കപ്പെട്ട ഒരു മനുഷ്യന്റെ അസ്ഥികൂടം കണ്ടെത്തുകയും ആ അസ്ഥികൂടം മാന്യമായി അദ്ദേഹം സംസ്കരിക്കുകയും ചെയ്തു. അതിനുശേഷം ആ വീട്ടിൽ ചങ്ങലയുടെ യാതൊരു ശബ്ദവും കേട്ടിട്ടില്ല എന്ന് പ്ലീനി തന്റെ കത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. പുരാതന റോമൻ ചരിത്രകാരനായ പ്ലീനി ദ യങ്ങർ എഴുതിയ ഒരു കത്തിലുള്ള AD 1-ാം നൂറ്റാണ്ടിൽ നടന്നു എന്ന് പറയപ്പെടുന്ന ഈ സംഭവം ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ ഏറ്റവും പഴക്കമേറിയ പ്രേതാനുഭവങ്ങളിൽ ഒന്നാണ്. യൂറോപ്യൻ ചരിത്രലിഖിതങ്ങളിലുള്ള ദ ഗോസ്റ്റ് റൈഡർ ഓഫ് ഫെർണി എന്ന ഒരു സംഭവം കൂടി നമുക്ക് പരിശോധിക്കാം. കാനഡയിലെ ബ്രിട്ടീഷ് കൊളംബിയയിൽ ഫെർണി നഗരത്തിന് സമീപമുള്ള ഹോസ്മർ പർവ്വതത്തിലെ കുതിരസവാരിക്കാരനായ ആത്മാവ് എന്ന സങ്കല്പം നമ്മുടെ ഈ വിഷയവുമായി വളരെ ബന്ധമുള്ളതാണ്. ഫെർണി നഗര സ്ഥാപകനായ വില്യം ഫെർണി 1887 തൻ്റെ
പര്യവേക്ഷണ യാത്രയിൽ റെഡ് ഇന്ത്യൻ ഗോത്രത്തിൽ എത്തിച്ചേരുകയും അവിടെ കൽക്കരി കണ്ടെത്താൻ ഗോത്രരാജാവിനോട് സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്തു. സഹായിക്കാൻ തയ്യാറാവാതിരുന്ന ഗോത്രരാജാവിൻ്റെ മകളെ വിവാഹം ചെയ്യാമെന്ന വ്യാജേന രാജകുമാരിയെ വശീകരിച്ച് ഫെർണി കൽക്കരിയുടെ നിക്ഷേപം കണ്ടെത്തി. പിന്നീട് രാജകുമാരിയെ വിവാഹം കഴിക്കാതെ ഉപേക്ഷിക്കുകയും ചെയ്തു. ഇത് ചോദിക്കാനെത്തിയ രാജാവിനെയും സംഘത്തെയും നിർദാക്ഷിണ്യം വില്യം ഫെർണി വധിക്കുകയും ചെയ്തു. ഇതറിഞ്ഞ രാജകുമാരിയുടെ അമ്മ തൻ്റെ മന്ത്രശക്തിയാൽ തീ, വെള്ളം, കലഹം എന്നിവയാൽ നശിച്ചു പോകട്ടെ എന്ന് ഫെർണിയിലെ ജനങ്ങളെ ശപിച്ചു. 1904 കെട്ടിടങ്ങൾ അഗ്നിബാധയേൽക്കുകയും അതിന് കാരണമായ ശാപത്തെക്കുറിച്ചറിഞ്ഞ വില്യം ഫെർണി പ്രതികാരത്തിനു കാരണമായ രാജകുമാരിയുടെയും രാജാവിൻ്റെയും ആത്മാക്കളെ ഹോസ്മർ പർവ്വതങ്ങളിൽ ചങ്ങലകളാൽ ബന്ധിച്ചു. പിന്നീട് രാജ്ഞി തൻ്റെ മന്ത്രസിദ്ധികളാൽ രാജാവിൻ്റെയും മകളുടെയും ആത്മാക്കളെ ബന്ധനമുക്തരാക്കി പ്രതികാരത്തിന് അപേക്ഷിച്ചു. അന്നു മുതൽ ഹോസ്മർ പർവ്വതത്തിൽ ഒരു കുതിരക്കാരനെയും അയാളെ പിന്തുടരുന്ന ഒരു പെൺകുട്ടിയെയും നിഴലായി കാണാൻ തുടങ്ങി. 1908 കാട്ടുതീയിലൂടെയും 1916 പ്രളയത്തിലൂടെയും ആത്മാക്കളുടെ പ്രതികാരം ഫെർണി നഗരത്തെ നശിപ്പിച്ചു കളഞ്ഞു. 1921 മരണം വരെ വില്യം ഫെർണി അവിവാഹിതനുമായിരുന്നു. കുതിരമേൽ ചങ്ങല ധരിച്ചുകൊണ്ട് രാജകുമാരിയുടെയും ചങ്ങല വലിച്ചിഴച്ചുകൊണ്ട് രാജാവിൻ്റെയും ആത്മാക്കൾ പിന്നെയും പതിറ്റാണ്ടുകൾ ഫെർണിയുടെ സന്തോഷത്തിനും സമാധാനത്തിനും മുകളിലൂടെ സഞ്ചരിച്ചു. 1964 അന്നത്തെ ചീഫ് എല്ലാ ഗോത്രത്തലവന്മാരെയും വിളിച്ചുകൂട്ടി ആത്മാക്കൾക്ക് വേണ്ട പരിഹാര പൂജകളെല്ലാം നടത്തി ആചാരപരമായി അവരെ പൂർവിക ലോകത്തേക്ക് മടക്കി അയക്കുന്നതുവരെ ഇത് തുടർന്നു. ജപ്പാനീസ് നാടോടി കഥകളിലെ അമാനുഷിക ശക്തികളാണ് യോക്കായി. പല യോക്കായികളും പ്രേതാത്മാക്കളാണ്. അന്യായമായി മരിച്ച ഒരു യോദ്ധാവിൻ്റെയോ സന്യാസിയുടെയോ ആത്മാവ് പ്രതികാരദാഹിയായി രാത്രികാലങ്ങളിൽ അവരെ ബന്ധിച്ചിരിക്കുന്ന ചങ്ങലകളുമായി നാട്ടുവഴികളിലൂടെ അലറിക്കൊണ്ട് അലഞ്ഞു നടക്കുന്നു എന്നതാണ് ആ വിശ്വാസം. ഗോസ്റ്റ് റൈഡേഴ്സ് ഇൻ ദ സ്കൈ എന്നത് അമേരിക്കൻ നാടോടി കഥകളിൽ നിന്നുള്ള ഐതിഹ്യമാണ്. മോശം ജീവിതം നയിച്ച കൗബോയികളുടെ ആത്മാക്കൾക്ക് ശാന്തി ലഭിക്കാതെ വരികയും തീ നിറച്ച കുതിരകളും ചങ്ങലകളുമായി ആകാശത്തിലും ഭൂമിയിലും അലഞ്ഞു നടക്കേണ്ടി വരും എന്നതാണ് ആ വിശ്വാസം. നമ്മുടെ കൊച്ചിയിലും പരിസര പ്രദേശങ്ങളിലും പ്രചാരത്തിലുള്ള ഐതിഹ്യത്തിലെ കഥാപാത്രമാണ് കാപ്പിരിമുത്തപ്പൻ. 17-ാം നൂറ്റാണ്ടിൽ ഡച്ചുകാർ കൊച്ചിയിലേക്ക് വരുന്ന സമയം പോർച്ചുഗീസുകാർക്ക് തിരക്കിട്ട് പലായനം നടത്തേണ്ടി വന്നു. അന്ന് അവരിൽ പലരും അവരുടെ സമ്പത്തുകൾ കൊച്ചിയിൽ പലയിടങ്ങളിലായി കുഴിച്ചിട്ടു. പിന്നീട് തിരികെ വന്ന് എടുക്കുവാൻ ഉദ്ദേശിച്ചിരുന്ന അവർ നിധികൾക്ക് കാവലായി അന്ന് ആഫ്രിക്കയിൽ നിന്ന് അടിമകളായി കൊണ്ടുവന്നിരുന്ന അവരുടെ വിശ്വസ്തരായ കാപ്പിരികളെ കൂടെ കുഴിച്ചു മൂടിയെന്നാണ് വിശ്വാസം. നിധിയുടെ യഥാർത്ഥ അവകാശികളായ പോർച്ചുഗീസുകാർ വരുന്നതുവരെ കാപ്പിരികളുടെ ആത്മാവ് ആ നിധിക്ക് കാവലിരിക്കും എന്ന് അവർ വിശ്വസിച്ചിരുന്നു. നിധി കാക്കുന്ന ഈ ആത്മാക്കൾ പിന്നീട് കാപ്പിരി മുത്തപ്പൻ എന്ന പേരിൽ കൊച്ചിയിൽ ജാതിമതഭേദമന്യേ ആരാധിക്കപ്പെട്ടു വന്നു. ദൈന്യത നിറഞ്ഞ ജീവിതവും ദാരുണമായ അന്ത്യവും കാരണം കാപ്പിരികൾക്ക് ദിവ്യത്വം ലഭിച്ചു എന്ന് അവിടെയുള്ളവർ വിശ്വസിച്ചു പോരുന്നു. നിധികൾ കണ്ടെത്താൻ സഹായിക്കുന്നതിനും ഭാഗ്യം ലഭിക്കാനുമെല്ലാം വേണ്ടി കള്ളും ചുരുട്ടും ഇറച്ചിയും വെച്ച് പ്രാർത്ഥിക്കുന്ന ഭക്തരിൽ പലരും രാത്രികാലങ്ങളിൽ ചുരുട്ടും വലിച്ച് മതിലുകളിൽ ഇരിക്കുന്ന കാപ്പിരി മുത്തപ്പനെ കണ്ടു എന്ന് അവകാശപ്പെടാറുണ്ട്. കൊച്ചിയിൽ നിരവധിയായി ഉണ്ടായിരുന്ന കാപ്പിരിത്തറകൾ പൊളിച്ചു മാറ്റിയപ്പോൾ അതിനു താഴെ ചങ്ങലയിൽ ദ്രവിക്കാതെ കിടന്നിരുന്ന അസ്ഥികൂടം കിട്ടിയെന്നതും ഈ ഐതിഹ്യങ്ങൾക്ക് വിശ്വാസബലം നൽകുന്ന വസ്തുത തന്നെയാണ്. ഇന്നും നശിപ്പിക്കപ്പെടാതെ സംരക്ഷിച്ചു പോരുന്ന വിരലിലെണ്ണാവുന്ന ആരാധിക്കപ്പെടുന്ന കാപ്പിരി മുത്തപ്പൻ തറകൾ കൊച്ചിയിലുണ്ട്. വയനാട്ടിലെ ചുരം നിർമ്മിക്കുന്നതിനു വേണ്ടി ബ്രിട്ടീഷുകാരെ സഹായിച്ചൊടുവിൽ അവരുടെ ചതിയിൽപ്പെട്ടു മരിച്ച കരിന്തണ്ടൻ്റെ ആത്മാവിനെ ബന്ധിച്ച ചങ്ങലമരവും ഈ ചങ്ങലമാടൻ സങ്കല്പത്തോട് ഉപമിക്കാവുന്നത് തന്നെയാണ്. നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് ചങ്ങലമാടൻ എന്ന വിശ്വാസത്തിന്. അന്യായമായി കൊല ചെയ്യപ്പെട്ട മനുഷ്യർ പ്രതികാരദാഹിയായ പ്രേതാത്മാവായി പുനർജനിക്കുകയും പ്രതികാര നിർവഹണത്തിനായി പ്രവർത്തിക്കുകയോ പ്രതികാരശേഷം മറ്റു മനുഷ്യർക്ക് ഉപദ്രവമായി തീരുകയോ ചെയ്യുമ്പോൾ മനുഷ്യർ തന്നെ മന്ത്രവിദ്യകൾ ഉപയോഗിച്ച് ആ ദുരാത്മാക്കളെ ആവാഹിച്ച് ഏതെങ്കിലും മരത്തിലോ വസ്തുക്കളിലോ ബന്ധിക്കുന്നു. ബന്ധനസ്ഥനായ ആ ആത്മാവിൻ്റെ പ്രതികാര പൂർത്തീകരണത്തിനു വേണ്ടി ബന്ധുക്കളോ സ്നേഹിതരോ അഥർവവേദത്തിലെ അതീവ രഹസ്യമന്ത്രവിധാനങ്ങൾ
വശമാക്കിയിട്ടുള്ള മഹാമാന്ത്രികരുടെ സഹായത്താൽ ആ ദുരാത്മാവിനെ മോചിപ്പിക്കുന്നു. ചിലപ്പോഴൊക്കെ മാന്ത്രികർ അവരുടെ കാര്യസാധ്യതകൾക്ക് വേണ്ടിയും ഇങ്ങനെയുള്ള ആത്മാക്കളെ മോചിപ്പിക്കാറുണ്ട്. വളരെ വിപുലവും അതീവ രഹസ്യവുമായ മന്ത്രതന്ത്ര വിധിപ്രകാരം അമാവാസി മുതൽ അമാവാസി വരെയുള്ള ഒരു ചാന്ദ്രമാസക്കാലം എടുത്താണ് ഈ കർമ്മങ്ങൾ ആരംഭിച്ച് അവസാനിക്കുന്നത്. രക്തം, മദ്യം, മാംസം എന്നിവ ഇടവിട്ടു സമർപ്പിച്ചു നടക്കുന്ന ആഭിചാര കർമ്മങ്ങൾക്കൊടുവിൽ മൃഗബലി കൂടി നടക്കുന്നതോടെ ആ ബന്ധനസ്ഥനായ ആത്മാവ് കൂടുതൽ ശക്തി പ്രാപിച്ച് മോചിതനാകുന്നു. ആ മോചനം എന്നത് താൽക്കാലികം മാത്രമായിരിക്കും. മോചിപ്പിക്കുന്ന ആ മഹാമാന്ത്രികൻ തൻ്റെ മന്ത്രശക്തിയാൽ ഒരു ചങ്ങല ഈ ആത്മാവിൽ ബന്ധിപ്പിച്ചിട്ടുണ്ടായിരിക്കും. തൽഫലമായി ആ മാന്ത്രികൻ അനുവദിക്കുന്ന ദൂരപരിധിയിൽ മാത്രമേ മോചനം സിദ്ധിച്ച ആത്മാവിന് സഞ്ചാര സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കുകയുള്ളൂ. ആത്മാവിൻ്റെ പ്രതികാര പൂർത്തീകരണത്തിന് സമ്മതിക്കുന്ന മാന്ത്രികൻ അത് കഴിയുന്നതോടെ ആത്മാവിനെ ശിലകളിൽ ആവാഹിച്ച് മുൻപ് ബന്ധിപ്പിച്ചിരുന്ന സ്ഥാനത്തോ കാഞ്ഞിരം, പാല വൃക്ഷങ്ങളുടെ ചുവട്ടിലോ മൂർത്തീഭാവത്തിൽ പ്രതിഷ്ഠിക്കുന്നു. മൂർത്തീഭാവത്തിൽ പ്രതിഷ്ഠ ചെയ്ത ആ ആത്മാവിന് മാസത്തിൽ വെളുത്തവാവിനും കറുത്തവാവിനും പൂജകൾ നൽകാൻ വിധിയുണ്ടായിരിക്കും. ഇങ്ങനെയുള്ള പൂജകൾ മുടങ്ങുന്ന പക്ഷം മാന്ത്രികൻ അനുവദിച്ചിരിക്കുന്ന ദൂരപരിധിക്കുള്ളിൽ ചില ചൊവ്വ, വെള്ളി ദിവസങ്ങളിലും എല്ലാ വാവു ദിവസങ്ങളിലും ദുർഗായാമം മുതൽ കാളീയാമം വരെയുള്ള 6 മണിക്കൂർ സമയം മൂർത്തിരൂപത്തിൽ സഞ്ചരിക്കുന്നതിനും തൻ്റെ നിലനിൽപ്പിനാവശ്യമായ ഊർജം നേടുന്നതിനും ആ ആത്മാവിന് അനുവാദമുണ്ടായിരിക്കും. അങ്ങനെ സഞ്ചാരത്തിനിറങ്ങുന്ന ആ മൂർത്തിരൂപത്തിലുള്ള മാന്ത്രിക ചെങ്ങലയാൽ ബന്ധിതമായ ആത്മാവിനെ പല ദേശങ്ങളിൽ വിളിക്കപ്പെട്ട ഒട്ടനേകം പേരുകളിൽ ഒന്നാണ് ചങ്ങലമാടൻ. ചങ്ങലയും വലിച്ചിഴച്ചുകൊണ്ട് കാടും നാടും താണ്ടുന്ന ചങ്ങലമാടൻ കാട്ടുമൃഗങ്ങൾ, വളർത്തുമൃഗങ്ങൾ, മനുഷ്യർ എന്നിവയിൽ നിന്ന് പ്രാണോർജം വലിച്ചെടുത്ത് ഭക്ഷിക്കുന്നു. തൻ്റെ മുന്നിൽ വന്നുവിടുന്ന മനുഷ്യരിൽ ഭക്ത്യാദരങ്ങളോടെ വണങ്ങുന്നവനെയും തെല്ലുപോലും ഭയക്കാതെ നിൽക്കുന്നവനെയും ഉപദ്രവിക്കാൻ ചങ്ങലമാടൻ നിൽക്കാറില്ല. അവരെ അനുഗ്രഹിച്ചേ ചങ്ങലമാടൻ പോവുകയുമുള്ളൂ. എന്നാൽ ചങ്ങലമാടനെ വെല്ലുവിളിച്ച് യാത്രാഭംഗം വരുത്താൻ ശ്രമിക്കുകയോ ആക്രമിക്കാൻ ശ്രമിക്കുകയോ ചെയ്യുന്നവരെ കാത്തിരിക്കുന്നത് അതിഭീകര മരണവുമായിരിക്കും. സ്വതന്ത്രനാക്കപ്പെട്ട ചങ്ങലമാടന് ഒരു വ്യാഴവട്ടക്കാലം എന്ന് പറഞ്ഞാൽ 12 വർഷം മാത്രമായിരിക്കും സഞ്ചാര സ്വാതന്ത്ര്യം. അത് കഴിയുന്നതോടെ തന്നെ ആവാഹിച്ച ശിലയിലേക്ക് പൂർണ്ണമൂർത്തി സങ്കല്പത്തിൽ കുടിയിരിക്കുകയോ മൂർത്തിയിൽ ലയിച്ചു ചേരുകയോ ചെയ്യും. ഇന്നും കേരളത്തിൽ ഒരുപാട് കുടുംബക്ഷേത്രങ്ങളിൽ ചങ്ങലമാടനെ വെച്ചാരാധിച്ചു പോരുന്നുണ്ട്. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ അമ്മയുടെ തറവാടിൻ്റെ വടക്കേ തൊടിയിൽ രാത്രി ചങ്ങലയുടെ കിലകിലാരവങ്ങളോടെ ചങ്ങലമാടൻ്റെ പോക്കുണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ കാലങ്ങൾ കടന്നുപോയപ്പോൾ അതെല്ലാം കെട്ടുകഥകളായി പരിണാമം കൊണ്ടു. അന്നുണ്ടായിരുന്ന ചങ്ങലമാടൻ കഥകളെല്ലാം പിന്നീട് പറഞ്ഞു കേൾക്കാതായത് എങ്ങനെയാണ് എന്ന് ഞാൻ ഒരുപാട് ചിന്തിച്ചിട്ടുണ്ട്. ഈ വീഡിയോ കാണുന്ന നിങ്ങളിൽ പലരും എന്നെപ്പോലെ ഈ കഥകൾ കേട്ടു വളർന്നവരോ നേർസാക്ഷി അനുഭവസ്ഥരോ ആയിരിക്കാം. എൻ്റെ ബാല്യത്തിൽ ഭേദിതമായ നനുത്ത തണുപ്പാർന്ന ഓർമ്മകൾ സമ്മാനിച്ച ആ ചങ്ങലമാടൻ ഇന്നേതെങ്കിലും ക്ഷേത്രത്തിനകത്ത് ഏതോ മൂർത്തിയിൽ ലയിച്ചു ചേർന്നുകൊണ്ട് നാടിനും നാട്ടുകാർക്കും അനുഗ്രഹമേകിയിരിക്കുന്നുണ്ടാകാം. മറ്റൊരു ചങ്ങലമാടൻ സൃഷ്ടിക്കപ്പെടുന്നതുവരെ, സ്വന്തമായി ഒരു അനുഭവം ഉണ്ടാകുന്നതുവരെ നമുക്കിതിനെ വേണമെങ്കിൽ കെട്ടുകഥയെന്നോ അന്ധവിശ്വാസമെന്നോ വിളിക്കാം. വർഷങ്ങൾ കഴിയുമ്പോൾ പെട്ടെന്ന് എവിടേക്കാണ് ചങ്ങലമാടൻ എന്ന വിശ്വാസം മാഞ്ഞുമറഞ്ഞ് ഇല്ലാതാകുന്നത് എന്ന എൻ്റെ ആത്മാവിലുയർന്ന ചോദ്യം, അതിൻ്റെ ഉത്തരമായാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അതിന് എന്നെ സഹായിച്ച എൻ്റെ ഗുരുവിനും മറ്റെല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി. ചങ്ങലമാടൻ എന്ന വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അനുഭവങ്ങളും അറിവുകളും ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമൻ്റായി രേഖപ്പെടുത്തുമല്ലോ. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ നമസ്കാരം.